തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പൂരവിഷയമല്ലെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വരവിന് കിട്ടിയ ആവേശം തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല. TN പ്രതാപൻ മത്സരരംഗത്ത് ഇല്ലെന്ന് ആദ്യമേ പരസ്യപ്രചരണം നടത്തിയത് തിരിച്ചടിയായെന്നും റിപ്പോർട്ട് പറയുന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയ കാരണം തൃശൂർ പൂര വിഷയമല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വരവിന് കിട്ടിയ ആവേശം തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച KPCC ഉപസമിതിയുടെ റിപ്പോർട്ടിലാണ് ഇത്തരം കണ്ടെത്തലുകൾ. ടി സിദ്ദിഖ് MLA, KC ജോസഫ്, R ചന്ദ്രശേഖരൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ നിയോഗിച്ച ഉപസമിതി. TN പ്രതാപൻ ആദ്യമേ തൃശൂരിൽ മത്സരരംഗത്തില്ലെന്ന് പരസ്യപ്രചാരണം നടത്തിയത് കോൺഗ്രസിന് തിരിച്ചടിയായി. ബൂത്ത് തല പ്രവർത്തനം അമ്പേ പരാജയപ്പെട്ടു. കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ സജീവമായി ഒരു പ്രവർത്തനവും തെരഞ്ഞെടുപ്പിൽ നടത്തിയിരുന്നില്ല. മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലും ഗുരുതര വീഴ്ച സംഭവിച്ചു. തൃശൂർ, ഒല്ലൂർ, ഇരിങ്ങാലിക്കുട, മണലൂർ മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് വന്നതെന്നും ഉപസമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ബൂത്തുകളിൽ കോൺഗ്രസിന് വോട്ട് കിട്ടിയില്ല. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മുരളീധരന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വോട്ട് നേടിയെടുക്കുന്നതിനുമായി യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നില്ല. BJPക്ക് വിജയിക്കുന്നതിനുള്ള മുന്നൊരുക്കം നടത്തുകയും BJP സ്ഥാനാർത്ഥിക്ക് വിജയം നേടുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കുകയും മുതിർന്ന നേതാക്കൾ ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1275 ബൂത്തുകളുള്ളതിൽ സീനിയർ നേതാക്കൾക്ക് ചുമതല നൽകിയിരുന്നതിൽ 719 ബൂത്തുകളിലും കോൺഗ്രസിന് ഒന്നാമതെത്താനായില്ല. ഇത് നേതാക്കളുടെ പിന്നാക്കപ്പോക്കലിനും വോട്ട് നേടിയെടുക്കുന്നതിൽ കാണിച്ച ഗുരുതരമായ വീഴ്ചയുമാണ് വ്യക്തമാക്കുന്നത്. 600-ലേറെ ബൂത്തുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. പ്രചാരണകാലത്തെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൽ DCC നേതൃത്വത്തിനും വീഴ്ച പറ്റി. അതിൽ KPCC നേതൃത്വം കൃത്യമായി ഇടപെട്ടില്ല. അപാകതകൾ ചൂണ്ടിക്കാട്ടാനും KPCC നേതൃത്വം തയ്യാറായിരുന്നില്ല. KPCC പ്രസിഡന്റിന്റെ ചുമതലയുണ്ടായിരുന്ന MM ഹസൻ മണ്ഡലത്തിൽ എത്തിയതേയില്ല. മുതിർന്ന നേതാക്കളിൽ VD സതീശനും DK ശിവകുമാറും മാത്രമാണ് മണ്ഡലത്തിൽ വന്നത്. രാഹുൽ ഗാന്ധിയുടെ പരിപാടി അവസാന നിമിഷം മാറ്റിവെച്ചതും സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുന്നതിൽ തിരിച്ചടിയായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയ കാരണം മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണെന്ന പ്രത്യക്ഷത്തിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയും കാലുവാരലുമാണ് പരാജയത്തിലേക്ക് വഴിവെച്ചതെന്ന് പരോക്ഷത്തിലും സൂചിപ്പിക്കുന്നതാണ് KPCC ഉപസമിതിയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളായിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ സജീവമാകുന്നത്. തൃശൂരിൽ നിന്ന് സുനിൽ അരിമാനു.